അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ബെനഫിഷ്യൽ ഇൻസെക്ട്സ്. അപ്പൊ നമ്മൾ രണ്ട് ടൈപ്പ് ഇൻസെക്ട്സ് ആണ് നോക്കിയത്. എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ഇൻസെക്ട് നോക്കി, മെഡിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഇൻസെക്ട് നോക്കി. ഇനി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഇൻസെക്റ്റിനെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതായത് നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള, നമുക്ക് നല്ലത് മാത്രം കോസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് അവരിൽ നിന്ന് കുറെ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെയുള്ള ബെനിഫിഷ്യൽ ഇൻസെക്ട്സിനെ നോക്കാം. അതിൽ ഒന്നാമത്തതാണ് ഹണി ബീസ്. ഹണി ബീസ് മെയിൻ ആയിട്ട് നമുക്കറിയാം എപ്പി കൾച്ചർ എന്ന് പറഞ്ഞ പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഹണി ബീസ് എന്ന് പറയുന്നത് ബെനിഫിഷ്യൽ ആയിട്ടുള്ള സോഷ്യൽ ഇൻസെക്ട്സ് ആണ്. നമുക്കറിയാം മെയിൻ ആയിട്ടും ക്യൂന്, വർക്കർ, ഡ്രോൺ എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഹണി ബീസിൽ ഉണ്ട്. അപ്പൊ ക്യൂൻ എന്ന് പറയുന്നത് ഒരു കോളനിയിൽ ഒറ്റ ക്യൂൻ മാത്രമേ ഉള്ളൂ. അയാളാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ആളെന്ന് പറയുന്നത്. അതിന് ഡ്രോൺസ് എന്ന് പറയുന്നത് ഫെർട്ടൈൽ ആയിട്ടുള്ള ഫീമെയിൽസ് ആണ് എന്ത് ക്യൂൻ എന്ന് പറയുന്നത്. ഫെർട്ടൈൽ ആയിട്ടുള്ള മെയിൽസ് ആണ് ഡ്രോൺസ് എന്ന് പറയുന്നത്. അതേസമയം വർക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും വർക്ക് ചെയ്യാൻ മാത്രം വിധിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് വർക്കേഴ്സ് എന്ന് പറയുന്നത്. അവരെന്തായിരിക്കും, സ്റ്റെറൈൽ ആയിരിക്കും, ഫെർട്ടൈൽ ഒന്നും ആയിരിക്കില്ല. ഇനിയും ഈ ഡ്രോൺസിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ക്യൂൻസുമായിട്ട് റീപ്രൊഡക്ഷന്റെ ടൈമിൽ മാത്രം ആവശ്യമുള്ള ആൾക്കാരാണ് ഡ്രോൺസ് എന്ന് പറയുന്നത്. ഇപ്പം റീപ്രൊഡക്ഷൻ കഴിഞ്ഞു, അതായത് ഇവരെന്ത് ചെയ്തു, മെയ്റ്റ് ചെയ്തു, റീപ്രൊഡ്യൂസ് ചെയ്തു, കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞു എന്ന് ഉറപ്പായാല് ഈ ഡ്രോൺസിനെ എന്ത് ചെയ്യും, വർക്കേഴ്സ് പുറത്താക്കും. അതായത് ആ കോളനിയിൽ തന്നെ ഡ്രോൺസിനെ പുറത്താക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ പിന്നെ ഡ്രോൺസിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. ഡ്രോൺസ് അവിടെ പിന്നെ ഡെത്ത് ആയിരിക്കും നടക്കുക. പിന്നെ വർക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു എന്താ പറയാ, ഇവരുടെ കോളനി ക്ലീൻ ചെയ്യുക, ഇവർക്ക് വേണ്ട ഫുഡ് എത്തിച്ചു കൊടുക്കുക, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് വർക്കേഴ്സ് ചെയ്യുക. അപ്പം ഇനി നോക്കുകയാണെങ്കിൽ ഇവർ സോഷ്യൽ ഇൻസെക്ട്സ് ആണെന്ന് പറഞ്ഞു. ഹണിയും വാക്സും ഒക്കെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്, സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഒരുപാട് ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇവർക്കുണ്ട്. ഇവർക്ക് സോഷ്യൽ ലൈഫ് ഉണ്ട്. ഇവരുടെ കമ്മ്യൂണിക്കേഷൻ മെയിൻ ആയിട്ട് നടക്കുന്നത് ഡാൻസ് വഴിയാണ്. ഇവർക്ക് രണ്ട് ടൈപ്പ് ഡാൻസ് ആണുള്ളത്. വാഗിങ് ഡാൻസും റൗണ്ട് ഡാൻസും ഒക്കെയാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഡാൻസ് എന്ന് പറയുന്നത്. വാഗിങ് ഡാൻസും റൗണ്ട് ഡാൻസും. അപ്പം ഒരു 8 ഷേപ്പിലൊക്കെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഇവരുടെ ഡാൻസിങ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മളിപ്പോ ഡാൻസ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഫുഡ് സോഴ്സ് അടുത്താണോ, ഫുഡ് സോഴ്സ് ദൂരെയാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഒരു ഡാൻസ് വഴി ഇവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ നെസ്റ്റിന്റെ ഒരു ആർക്കിടെക്ചർ നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ഹണികോമിന്റെ സ്ട്രക്ചർ ഒക്കെ നോക്കുകയാണെങ്കിൽ ഹെക്സഗണൽ ഷേപ്പിലുള്ള അടുത്തടുത്ത് വെച്ചിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും ഇവരുടെ ഒരു ഹണികോംബ് എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ടുള്ള ഒരു ഹെക്സഗൺ ഷേപ്പും ആയിരിക്കും ഇവരുടെ ആ ഒരു കോംബ് എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ഒരുപാട് എപ്പിസ് സ്പീഷീസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന മെയിൻ ആയിട്ടുള്ള സ്പീഷീസ് ആണ് എപ്പിസ് ഇൻഡിക്ക എന്ന് പറയുന്നത്. ഇനി അതുകൂടാണ്ട് 4 മെയിൻ ആയിട്ടുള്ള സ്പീഷീസ് ആണ് ഇവർക്ക് ഉള്ളത്. അതിൽ ഒന്നാമത്തതാണ് എപ്പിസ് ഡോർസേറ്റ എന്ന് പറയുന്നത്. ജയൻ ഹണീബി ആണ്, അതായത് വലിയ ഹണീബീസ് ആണ് എപ്പിസ് ഡോർസേറ്റ എന്ന് പറയുന്നത്. ഇവരെ കോമൺ ആയിട്ട് റോക്ക് ഹണീബി അല്ലെങ്കിൽ ഫോറസ്റ്റ് ഹണീബി എന്നാണ് പറയുന്നത്. റോക്ക് ഹണീബി അല്ലെങ്കിൽ ഫോറസ്റ്റ് ഹണീബി എന്നാണ് പറയുന്നത്. അപ്പൊ ഇവരെന്ത് ബിൽഡ് ചെയ്യുന്നുണ്ട്, ലാർജ് കോംസ് ആണ് ബിൽഡ് ചെയ്യുന്നത്. അവരെങ്ങനെയാണ് കിടക്കുന്നത്, ഒരു ട്രീ ബ്രാഞ്ചിൽ നിന്ന് അല്ലെങ്കിൽ റോക്സ് നിന്ന് വെർട്ടിക്കലി ഹാങ് ചെയ്താണ് ഇവരെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇവർ എക്സലന്റ് ആയിട്ടുള്ള ഹണി ഗാദറേഴ്സ് ആണ്. അതായത് ഇവര് ഒരു വർഷത്തില് 40 കിലോയോളം ഹണി എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെരുക്കി വളർത്താൻ, ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് വളർത്താനൊന്നും പറ്റില്ല. കാരണം ഇവർക്ക് ഭയങ്കര അഗ്രസീവ് നേച്ചർ ആണ്. നമുക്കറിയാം ഹണി ബീസ് ആവുമ്പോൾ കുത്തുമൊക്കെ ചെയ്യും. അപ്പൊ ഇവരെന്ന് പറഞ്ഞാൽ ഭയങ്കര അഗ്രസീവ് ആണ്. ഇവർ കുത്തിക്കൊല്ലാൻ വരെയുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്ത ആൾക്കാരാണ് എപ്പിസ് ഇൻഡിക്ക എന്ന് പറയുന്നത്. വൈഡ്ലി ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആൾക്കാരാണ് എപ്പിസ് ഇൻഡിക്ക. ഇന്ത്യയിൽ കാണുന്നതാണ്. നമുക്ക് മെരുക്കി വളർത്താനൊക്കെ പറ്റുന്ന ആൾക്കാരാണ്. ഇതെന്ന് പറഞ്ഞ ഈസ്റ്റേൺ ഹണീബി എന്നാണ് പറയാ, അല്ലെങ്കിൽ ഇന്ത്യൻ ഹണീബി എന്നാണ് എപ്പിസ് ഇൻഡിക്കാനെ പറയുന്നത്. ഇനി ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഹോളോസ് ഓഫ് ട്രീസില് അല്ലെങ്കിൽ കേവ്സിലൊക്കെയാണ് ഇവർ കോംസ് ഉണ്ടാക്കുന്നത്. നല്ലൊരു ഹണി ഗാദറേഴ്സ് ആണ് ഇവര്. ഒരുപാട് ഹണി കളക്ട് ചെയ്യുന്നുണ്ട്. ഒരു 3.6 മുതൽ 4.5 കിലോ വരെ ഹണി ഒരു കോളനിയിൽ ഒരു വർഷം ഇവര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ആള് എപ്പിസ് ഫ്ലോറിയ. അത് കുഞ്ഞ് ഹണീബീസ് ആണ്, ലിറ്റിൽ ഹണീബി ആണ്. ഇന്ത്യയിൽ എല്ലായിടത്തും കാണപ്പെടുന്ന ഒരു ഹണീബി ആണ്. നമുക്ക് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പീഷീസ് ആണ്, മെരുക്കി വളർത്താനൊക്കെ പറ്റും. ഇവര് കമ്പാരിറ്റീവ്ലി കുഞ്ഞു കോംസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ബ്രാഞ്ചിൽ നിന്നും ട്രീ ഹോൺസ് നിന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, സസ്പെൻഡ് ചെയ്യുന്നത്. ഇവർക്ക് മൈഗ്രേറ്ററി ഹാബിറ്റ് ഉണ്ട്. അതായത് ഇവർ എന്ത് ചെയ്യുന്നു, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പൊക്കോണ്ടേയിരിക്കും. അപ്പോൾ ഒരു കോളനിയിൽ എന്താ പറയുക, സെൽഡം ആയിട്ട് മാത്രമേ അറ്റ് എ പ്ലേസ് ഒരു
5 മാസത്തോളം ഒക്കെ ഇവർ നിൽക്കുന്നുണ്ടെങ്കിൽ അത് വളരെ റെയർ ആണെന്നാണ് പറയുന്നത്. പുവർ ആയിട്ടുള്ള ഹണി ഗാദറേഴ്സ് ആണ് ഇവർ. കുഞ്ഞു ഹണി ബീസ് ആയതുകൊണ്ട് ഇവർക്ക് വല്ലാണ്ട് കളക്ട് ചെയ്യാനൊന്നും പറ്റില്ല. പുവർ ഹണി ഗാദറേഴ്സ് ആണ്. ഇവരുടെ കോളനിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം 1 കിലോയിൽ കൂടുതലൊന്നും ഹണി ഇവർ ഉണ്ടാക്കുന്നില്ല. ബാക്കി ഹണി ബീസിനൊക്കെ നോക്കുമ്പോൾ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട്. ഈ ലിറ്റിൽ ഹണി ബീസ് ഒരു വർഷം തന്നെ 1 കിലോ ഒക്കെ ഉണ്ടാക്കുന്നുള്ളൂ. ഇനി അടുത്തതാണ് എപ്പിസ് മെല്ലിഫറ എന്ന് പറയുന്നത്. ഇതാണ് യൂറോപ്യൻ ഹണിബി എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയിലേക്ക് വരെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് എപ്പിസ് മെല്ലിഫറ. മെയിനായിട്ടും യൂറോപ്പിലൊക്കെ ആയിരിക്കും ഇവരെ കാണുന്നത്. അപ്പൊ ഇവരെന്ന് പറയുന്നത് ഹണീബി, ഇന്ത്യൻ ഹണീബീസിനെ പോലെ സിമിലർ ആയിട്ടുള്ള ഹാബിറ്റ് ഉള്ള ആൾക്കാരാണ്. ഫെയർ ഹണി ഗാദറാണ്. കുഴപ്പമില്ലാണ്ടൊക്കെ ഹണി കളക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് ഇവരെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് വളർത്താൻ വേണ്ടി പറ്റും. കാരണം ഡോസൈലാണ്, അതായത് നോൺ അഗ്രസീവ് നേച്ചർ ആണ് ഇവർക്കുള്ളത്. ഇവർക്ക് അത്ര അഗ്രഷൻ ഒന്നുമില്ല. നോൺ അഗ്രസീവ് നേച്ചർ ആണ് ഇവര് എപ്പിസ് മെല്ലിഫറ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ 4 ടൈപ്പ് എപ്പിസ് സ്പീഷീസിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. അതിൽ ഒന്നാമത് നമ്മൾ പഠിച്ചത് എപ്പിസ് ഡോർസേറ്റ ആയിരുന്നു. ഇതാണ് എപ്പിസ് ഡോർസേറ്റ. ഇതാണ് എപ്പിസ് മെല്ലിഫറ. ഇത് എപ്പിസ് ഫ്ലോറിയ. ഇതാണ് നമ്മളെ ഇന്ത്യൻ ഹണീബി ആയിട്ടുള്ള എപ്പിസ് ഇൻഡിക്ക. ഇനി നമുക്ക് എപ്പി കൾച്ചറിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അത് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഹണി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വാല്യുബിൾ ആയിട്ടുള്ള ഒരു ന്യൂട്രീഷണൽ ഫുഡാണ്. അതുപോലെ തന്നെ എന്താണ്, മെഡിസിനും കൂടിയാണ് ഹണി എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചില കണ്ടീഷനിലൊക്കെ നമുക്ക് മരുന്നുണ്ടാക്കാനൊക്കെ അത്യാവശ്യമായിട്ട് വരുന്ന ഒരാളാണ് തേൻ എന്ന് പറയുന്നത്. അപ്പൊ ബീസ് എന്ത് ചെയ്യുന്നുണ്ട്? വാക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിപ്പോ നമ്മുടെ ഒരുപാട് ഇൻഡസ്ട്രിയിലൊക്കെ ബീസ് വാക്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പ്രോഡക്ട്സ്, കോസ്മെറ്റിക്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഹണി ബീസ് എന്ന് പറയുന്ന എക്സലന്റ് ആയിട്ടുള്ള ഒരു പോളിനേറ്റിംഗ് ഏജന്റ് ആണ്. പോളിനേഷൻ ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ഹണി ബീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? അഗ്രികൾച്ചറൽ ഈൽഡ് ഒക്കെ വല്ലാണ്ട് കൂട്ടുന്നുണ്ട്. വിളവൊക്കെ നന്നായിട്ട് കൂട്ടുന്നുണ്ട്. ഹണി ബീസിന് ഫൊറേജിങ് ബിഹേവിയർ ഉണ്ട്. അപ്പൊ ഫൊറേജ് ചെയ്യുന്ന സമയത്ത് പോളൻ, നെക്ടർ ഫ്രം ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെന്റ് പ്ലാന്റ് സ്പീഷീസ് ഒക്കെ ഇവർ എന്ത് ചെയ്യും? ഫൊറേജ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ നമുക്ക് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ഒരു 30 മുതൽ 80% വരെ ഇവരുടെ ക്രോസ് പോളിനേഷൻ വഴി ആനുവലി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് പറയുന്നത്. അപ്പൊ എക്സലന്റ് ആയിട്ടുള്ള പോളിനേറ്റിംഗ് ഏജൻസ് ആണ് ഇവരെന്ന് പറയുന്നത്. അപ്പം എപ്പി കൾച്ചർ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഭയങ്കര സ്കോപ്പുള്ള ഒന്നാണ് എന്ത്? എപ്പി കൾച്ചർ എന്ന് പറയുന്നത്. അപ്പം ഒരു റൂറൽ കമ്മ്യൂണിറ്റി എടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഒരു ഇൻകത്തിന്റെ സോഴ്സ് ആണ് എപ്പി കൾച്ചർ എന്ന് പറയുന്നത്. അപ്പം എപ്പി കൾച്ചർ ഒരു ഫ്ലറിഷിംഗ് ഇൻഡസ്ട്രി ആണ്. ഡെവലപ്ഡ് കൺട്രീസ് ആയിട്ടുള്ള USA, ജർമ്മനി, കാനഡയിലൊക്കെ എന്താണ് ഒരു ഫ്ലറിഷിംഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രി തന്നെയാണ് എപ്പി കൾച്ചർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ചൈനയാണ് ഒരു വേൾഡ് മാർക്കറ്റിൽ 40% ഇത് എടുത്തിട്ടുള്ളത്, ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന്റെ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടേഴ്സ്, തേനിന്റെ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ജർമ്മനിയാണ്. ഇനിയിപ്പം അതുപോലെ തന്നെ ജപ്പാനും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒക്കെ അതിൽ വരുന്ന ഗ്രേറ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടേഴ്സ് ആണ്. ജർമ്മനി ഏകദേശം ഒരു 90,000 ടൺസ് ഓഫ് ഹണി ഒരു വർഷം എന്ത് ചെയ്യുന്നുണ്ട്? ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇന്ത്യ ഏകദേശം 70,000 ടൺ ഓഫ് ഹണി ആണ് എല്ലാ വർഷവും എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിലൊരു 25 മുതൽ 27,000 വരെ ടൺ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു 42 കൺട്രീസിന്റെ മുകളിലേക്കായിട്ട് ഇവരത് എന്ത് ചെയ്യുന്നുണ്ട്? ഇവരത് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരു കൺസിഡറബിൾ ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ഒപ്റ്റെയിൻ ചെയ്യുന്ന ഫോറസ്റ്റ് ഹണിബീസ് എന്നാണ് നമുക്ക് ഒരുപാട് കിട്ടുന്നത്, എപ്പിസ് ഡോസൈറ്റേന്ന്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അവരെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാനൊന്നും പറ്റൂല. കാരണം അവർക്ക് ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള നേച്ചർ ആണ്. അവർക്ക് ഒരു കൺസിഡറബിൾ, നമുക്ക് ഒരുപാട് എമൗണ്ട് കിട്ടണമെങ്കിൽ അത് എന്ത് ചെയ്യുന്നു? ഫോറസ്റ്റ് ഹണിബീൻ തന്നെയാണ് കിട്ടുന്നത്. അപ്പം ഈ ഒരു ഹണീന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഭയങ്കര പുവർ ആവുന്ന എങ്ങനെയാന്ന് വെച്ചാല് ക്രൂഡ് മെത്തേഡ്സ് ഓഫ് എക്സ്ട്രാക്ഷൻ വഴി അതിന്റെ ഒരു ക്വാളിറ്റി ഒക്കെ എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പം ഈ ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് നമുക്കൊന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സയന്റിഫിക് മെത്തേഡ്സ് ഓഫ് അപ്പിക്കൾച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? സയന്റിസ്റ്റുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സയന്റിഫിക് മെത്തേഡ്സ് മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. ഇപ്പോഴും അതിൽ റിസർച്ചും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ആ ഒരു ക്വാളിറ്റി ക്വാണ്ടിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എപ്പിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒന്നാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ ബീ കീപ്പിംഗ് മെത്തേഡ് എന്നാണ് നോക്കുന്നത്. അപ്പൊ ബീ കീപ്പിംഗ് മെത്തേഡ് എന്ന് പറയുന്ന ഒരുപാട് മോഡിഫിക്കേഷൻസ് അണ്ടർഗോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓൾഡ് ആയിട്ടുള്ള ക്രൂഡ് ആയിട്ടുള്ള മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇൻഡിജീനസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള സയന്റിഫിക് മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയാ? മോഡേൺ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിലേക്ക് പോവാണ്. ഈ ഇൻഡിജീനിയസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് അതിനുണ്ട്.
നമ്മൾ പറഞ്ഞു ക്രൂഡ് മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട് എക്സ്ട്രാക്ഷന് വേണ്ടി. അതായത് ക്രൂഡ് മെത്തേഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പിഴിയൊക്കെയാണ് ചെയ്യുക, സ്ക്വീസ് ഒക്കെ ചെയ്യും. അപ്പം ഈ പിഴിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഹണി എന്താവാനുള്ള സാധ്യതയുണ്ട്, ഹണി ഇമ്പ്യൂർ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പം ഈ ഒരു കോളനി എന്ന് പറയുന്നത് വീക്ക് ആയി പോകും. എങ്ങനെയെന്ന് വെച്ചാല് നമ്മൾ ഇതിന്റെ അഡൾട്ട്, ലാർവ, എക്സ് അതൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് അതൊക്കെ കില്ല് ചെയ്ത് കളയും. അങ്ങനെ കില്ല് ചെയ്യുന്ന സമയത്ത് ഈ കോളനി എന്ത് ചെയ്യും, ക്ഷയിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പം ഈ ഒരു പുതിയ കോംബ് ഈ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പുതിയൊരു കോംബ് ഉണ്ടാക്കുന്ന ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ എനർജി ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ ബീസിന്റെ ഹൈവേഷൻ ഒരു സെയിം പ്ലേസിൽ തന്നെ ഒരു മാറ്റർ ഓഫ് ചാൻസ് മാത്രമാണ്. അതായത് ഉണ്ടാക്കിയ സ്ഥലത്ത് തന്നെ വീണ്ടും ഹൈവ്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രോബബിലിറ്റി മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, ഉറപ്പൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നമുക്ക് ഈ ബീസിന്റെ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കൺട്രോൾ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവർക്ക് തോന്നിയ പോലെയുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുക. അപ്പം ഇപ്പൊ നാച്ചുറൽ എനിമീസ് പോലെയുള്ളതൊക്കെ, ഇപ്പൊ ക്ലൈമറ്റിക് ഫാക്ടേഴ്സും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കൺട്രോൾ ചെയ്യാനൊന്നും പറ്റൂല. നാച്ചുറൽ ആയിട്ടുള്ള എനിമീസും ക്ലൈമറ്റിക് ഫാക്ടേഴ്സും ഒക്കെ മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ ഈ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ വല്ലാണ്ട് അഫക്ട് ചെയ്ത് പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇൻഡിജീനിയസ് മെത്തേഡ്സിന് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത്. ഈ ഒരു ഇൻഡിജീനിയസ് മെത്തേഡ്സിന്റെ ഉണ്ടാവുന്ന ഒരുപാട് ഡിസഡ്വാൻറ്റേജിനെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് വന്നത്, മോഡേൺ മെത്തേഡ്സ് വന്നത്. അപ്പൊ അത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ്. അതിന് കുറച്ചും കൂടെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു ബേസ് കൂടി ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സയന്റിഫിക് ഫാക്ട്സ് കൂടി വന്നതുകൊണ്ട് നമുക്ക് മോഡേൺ ആയിട്ടുള്ള ബീ ഹൈവ്സ് ഒക്കെ ഇവർ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ മൂവബിൾ ഫ്രെയിം ഹൈവ് എന്ന് പറഞ്ഞത്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി, നമ്മൾ മോഡേൺ ആയിട്ടുള്ള എപ്പിക്കൾച്ചർ പ്രോസസ് ഒക്കെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പൊ ഈ ഒരു മൂവബിൾ ഫ്രെയിം ഹൈവിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് റവറൻ ലാങ്സ്ട്രോത്ത് ഓഫ് US ആണ് എന്ത് ചെയ്തത്, ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ബി സ്പേസ് റെക്കഗ്നൈസ് ചെയ്തത്. ഇതാണിപ്പോ മോഡേൺ ആയിട്ടുള്ള മൂവബിൾ ഫ്രെയിം ഹൈവിന്റെ ഒക്കെ ബേസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഫ്രീ സ്പേസ് ബി സ്പേസിന് നമുക്ക് ഒരു സ്പേസ്, അതായത് എന്താണ് അത് അർത്ഥമാക്കുന്നതെന്ന് വെച്ചാൽ അതൊരു സ്പേസ് ആണ്. അതിനെന്ത് ചെയ്യാം, ഫ്രീ പാസേജ് ഓഫ് ബീസിനെ അത് പെർമിറ്റ് ചെയ്യുന്നുണ്ട്. അത്രയും ലാർജ് ആയിട്ടുള്ള ഒന്നാണ്. ഈ ബീസിനൊക്കെ ഫ്രീ പാസേജിന് അത് പെർമിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബീസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, നോട്ട് ടു മേക്ക് കോംബ് ഉണ്ടാക്കാൻ പറ്റാത്തത്ര സ്മോൾ ഒന്നും അല്ല. അതുകൂടാണ്ട് ഇതിനെന്ത് ചെയ്യാൻ പറ്റും, ഇതിന് പ്രൊപ്പലിസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഇതിനുണ്ട്. ഒരു പ്രൊപ്പലിസ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട്, അല്ലെങ്കിൽ ബി ഗ്ലൂ നമ്മൾ അതിനെ പറയും. അത് എന്ത് ചെയ്യുന്നുണ്ട്, ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ആ ഒരു സ്പേസിനെ അവർ ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സ്റ്റാൻഡേർഡ് ബി സ്പേസ് എന്ന് പറയുന്നത് ഒരു 0.62 മുതൽ 0.96 സെന്റിമീറ്ററിന്റെ ഇടയിൽ വരുന്ന ഒരു സ്പേസ് ആണ് ഈ ഒരു സ്റ്റാൻഡേർഡ് ബി സ്പേസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബി സ്പേസിന്റെ കൺസെപ്റ്റ് പിന്നീട് റവല്യൂഷനൈസ് ചെയ്തു. ബീ കീപ്പിംഗ് മെത്തേഡ്സിനെ കുറച്ചും കൂടെ എന്ത് ചെയ്തു, അഡ്വാൻസ് ചെയ്ത് കൊണ്ടിരുന്നു. അപ്പൊ ഈ പ്രിൻസിപ്പിൾ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലാങ്സ്ട്രോത്ത് എന്ത് ഡെവലപ്പ് ചെയ്തു, ഒരു ടോപ്പ് ഓപ്പണിംഗ് ഡെവലപ്പ് ചെയ്തു. അപ്പൊ മൂവബിൾ ഹൈവിന് ഒരു 10 ഫ്രെയിംസ് വരെ ഉണ്ട്. ഈ ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ റെക്ടാങ്കുലർ ആണ്, വെർട്ടിക്കലി ഹാങ്ങിങ് ആണ്. അതുകൂടാണ്ട് ഈ ബി സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എല്ലാ 6 സൈഡ്സും അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന കൂടിയുണ്ട്. നമ്മൾ ഈ ലാങ്സ്ട്രോത്ത് ഹൈവ് നോക്കുകയാണെങ്കിൽ ഇതാണ് ആ ഒരു ലാങ്സ്ട്രോത്ത് ഹൈവ് എന്ന് പറയുന്നത്. നമുക്ക് അതിന്റെ സ്ട്രക്ചേഴ്സിലേക്ക് ഒന്ന് പോവാം. ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു മൾട്ടി സ്റ്റോറേഡ് ആയിട്ടുള്ള മൂവബിൾ ഫ്രെയിം ഹൈവ് ആണ്. കോമൺലി നമ്മൾ അതിനെ അമേരിക്കൻ ഹൈവ് എന്നാണ് വിളിക്കുന്നത്. ഇതൊരു വുഡൻ ബോക്സ് ആണ്. ഈ ഒരു വുഡൻ ബോക്സിന് റെക്ടാങ്കുലർ ആയിട്ടുള്ള ഫ്രെയിംസ് ഉണ്ട്. അതുകൂടാണ്ട് ഇതിന് താഴെ കൊടുത്തിട്ടുള്ള കുറെ പാർട്സുകൾ കൂടി ഉണ്ട്. ഒന്നാമതാണ് അതിന്റെ ഹൈവ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹൈവ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് 4 ലെഗ്ഡ് ആയിട്ടുള്ള വുഡൻ സ്റ്റാൻഡ് ആണ് ഉള്ളത്. അതിലാണ് നമുക്ക് ഹൈവ് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ ഇത് ട്രീറ്റ് ചെയ്തുകൊണ്ട് എന്ത് വരുന്നുണ്ട്, ബിറ്റുമിൻ വരുന്നുണ്ട്. അപ്പൊ ബിറ്റുമിൻ എന്ന് പറയുന്നത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, മോയ്സ്ചർ കുറയ്ക്കാൻ. അതുകൂടാണ്ട് കെറോസിൻ, ആൻഡ് വിത്ത് കെറോസിൻ ടു പ്രിവെന്റ് ടെർമൈറ്റ്സ്. ബിറ്റുമിൻ ഉണ്ടെങ്കിൽ അത് മോയ്സ്ചർ പ്രിവെന്റ് ചെയ്യും. അതുകൂടാണ്ട് കെറോസിൻ ഉണ്ടെങ്കിൽ അത് ടെർമൈറ്റിനെ പ്രിവെന്റ് ചെയ്യുന്ന ഹൈവ് സ്റ്റാൻഡ് നമ്മൾ ഈ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ സ്ട്രക്ചർ ആണ് ബോട്ടം ബോർഡ് എന്ന് പറയുന്നത്. അതൊരു വുഡൻ പ്ലാറ്റ്ഫോം ആണ്. അതിലാണ് ഹൈവ് ബോഡി ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിനൊരു സ്ലോപ്പിംഗ് എക്സ്റ്റൻഷൻ ഉണ്ട് അതിന്റെ മുന്നിലായിട്ട്. അതിനെയാണ് നമ്മൾ അലൈറ്റ്നിങ് ബോർഡ് എന്ന് പറയുന്നത്. അലൈറ്റ്നിങ് ബോർഡ് രണ്ടാമത്തെ ബോട്ടം ബോർഡ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ. മൂന്നാമത്തെ അതിന്റെ ഹൈവ് ബോഡി.
അതിനെന്തുണ്ടാവും, ഒരു 2 മുതൽ ഒരുപാട് സ്റ്റോറേജ് അല്ലെങ്കിൽ ചാമ്പേഴ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓരോ സ്റ്റോറേയും എന്താണ്, റെക്ടാങ്കുലർ ആയിട്ടുള്ള ബോട്ടംലെസ് അതുപോലെ തന്നെ ടോപ്ലെസ് ആയിട്ടുള്ള ബോക്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിന് 8 മുതൽ 10 വരെയുള്ള വേർട്ടിക്കൽ ഫ്രെയിംസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ബി സ്പേസ് എന്ന് പറയുന്നത് ഈ ഫ്രെയിംസിന്റെ ഇടയിലും അതുപോലെ തന്നെ ഈ ബിറ്റ്വീൻ ദ ഫ്രെയിംസ് ആൻഡ് ദ ബോക്സിലൊക്കെ ആയിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഒന്നെങ്കിൽ ഫ്രെയിംസിന്റെ ഇടയിൽ ബി സ്പേസ് കാണും, അല്ലെങ്കിൽ ഫ്രെയിംസിന്റെയും ബോക്സിന്റെ ഇടയിലായിട്ടാണ് എന്ത് കാണുന്നത്, ബി സ്പേസ് കാണുന്നത്. ഇനി ഈ ഫസ്റ്റ് സ്റ്റോറേനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രൂഡ് ചേംബർ എന്നാണ് പറയുന്നത്. അപ്പൊ അതിലാണ് എന്ത് ഉണ്ടാവുന്നത്, എഗ്ഗും ലാർവയും ഒക്കെ റെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബ്രൂഡ് ചേംബർ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി അപ്പർ ചേംബറിനെ നമ്മൾ വിളിക്കുന്നതാണ് ഹണി സൂപ്പർ എന്നാണ് അപ്പർ ചേംബറിനെ പറയുന്നത്. അതിൽ നിന്നാണ് എന്ത് കളക്ട് ചെയ്യുന്നത്, ഹണി കളക്ട് ചെയ്ത് എടുക്കുന്നത്. ഇനി ബ്രൂഡ് ചേംബറിന് എന്തുണ്ട്, ഭയങ്കര ഹൈറ്റ് ആയിരിക്കും, മോർ ഹൈറ്റും ഡെപ്തും ഒക്കെ ആയിരിക്കും. അതെന്ത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, മോർ ഫ്രെയിംസ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഒരു 8 മുതൽ 10 ഹണി സൂപ്പറിനെ കാട്ടിലും ഒരു 8 മുതൽ 10 വരെ ഫ്രെയിംസ് അത് കൂടുതൽ കാണുന്നുണ്ടാവും. ഇനി ഈ ബ്രൂഡ് ചേംബറിന് മുന്നിലായിട്ട് ഒരു റൗണ്ട് ആയിട്ടുള്ള ഫ്ലൈറ്റ് എൻട്രൻസ് ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ട്, വെന്റിലേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഒരു റൗണ്ട് ആയിട്ടുള്ള ഫ്ലൈറ്റ് എൻട്രൻസ് ഉണ്ടാവും. ഈ ഫ്ലൈറ്റ് എൻട്രൻസ് എന്ന് പറയുന്നത് ഏതിൽ ആബ്സെന്റ് ആണ്, സൂപ്പേഴ്സിൽ ആബ്സെന്റ് ആണ്. അപ്പൊ ഈ സ്റ്റോറേന്റെ എല്ലാം ഔട്ടർ വാളിൽ എന്തുണ്ടാവും, സ്ലിറ്റുകൾ ഉണ്ടാവും. എന്തിനു വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ഫോർ ലിഫ്റ്റിംഗ് ദ ചേംബർ. അപ്പൊ ആ ഒരു ചേംബർ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് എന്തുണ്ടാവും, സ്ലിറ്റുകൾ കാണപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. അവിടെ ഒരു ക്യൂൻ എക്സ്ക്ലൂഡർ ഉണ്ട്. ആ ഒരു ക്യൂൻ എക്സ്ക്ലൂഡർ എന്ന് പറയുന്നത് ഒരു വയർ ഗോസ് ആണ്. അത് എന്ത് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്, ഒരു ഹണി ചേംബറിലേക്കുള്ള ക്യൂനിന്റെ എൻട്രീനെയാണ് പ്രിവെന്റ് ചെയ്യുന്നത്. ക്യൂൻ എക്സ്ക്ലൂഡർ, അതായത് ക്യൂനെ ഒഴിവാക്കുന്ന സ്ഥലം എന്നാണ് അതിന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇതിന്റെ ഓപ്പണിംഗ് ഭയങ്കര ലാർജ് ആയിരിക്കും, അതായത് വർക്കേഴ്സിന് അതിൽ കൂടെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. അതുപോലെ തന്നെ സ്മോൾ ആണ്. നമ്മളെ ക്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരാളാണ്, അതായത് ഏറ്റവും ലാർജസ്റ്റ് മെമ്പർ ആണ് ഒരു കോളനിയിൽ എന്ന് പറഞ്ഞത്. അപ്പം ഈ ഒരു ക്യൂവിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ക്യൂവിന് കറക്കാൻ പറ്റുന്ന അത്രയൊന്നും സ്ഥലവും ഇല്ല, അത്രയ്ക്കും ചെറുതാണ്. ക്യൂവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറുതാണ്, പക്ഷെ വർക്കേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ്, വലുതും കൂടിയാണ്. ഇനി ഒരു ഹൈവ് റൂഫ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഉണ്ട്. ഈ ഒരു റൂഫിന് എന്തുണ്ട്, ഇന്നർ ആയിട്ടുള്ള ഔട്ടർ കവേഴ്സ് ഇതിന് പ്രസന്റ് ആണ്. അപ്പൊ ഇന്നർ കവർ അല്ലെങ്കിൽ സീലിംഗിന് എന്തുണ്ടാവും, പെർഫൊറേഷൻസ് ഉണ്ടാവും. ആ പെർഫൊറേഷൻസ് നമ്മൾ ഈ കോംസിനോട് അറ്റാച്ച് ചെയ്യുന്നതിൽ നിന്ന് ആരെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്, ബീസിനെ പ്രിവെന്റ് ചെയ്ത് നിർത്തുന്നുണ്ട്. ഇനി ഈ ഒരു ഔട്ടർ കവറിങ് മെയിൻ ആയിട്ടും സ്ലാൻഡിങ് പൊസിഷനിലായിരിക്കും ഉണ്ടാകുന്നത്. അത് ടിന്ന് പോലെയുള്ള മെറ്റൽസ് വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഔട്ടർ കവറിങ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന് ഹീറ്റ്, റെയിൻ അതുപോലെ വെയിലെന്നും മഴയെന്നും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഹൈവിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഈ ഔട്ടർ കവറിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു മോഡേൺ ആയിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ ഔട്ടർ കവർ. അതിന് താഴെയായിട്ട് നമുക്ക് ഇന്നർ കവർ കാണാം. അതിന് താഴെ നമുക്ക് ഒരുപാട് ഹണി സൂപ്പേഴ്സ് ഉണ്ട്. പിന്നെ ക്യൂവിനെ കടത്തിവിടാൻ പറ്റാത്ത ആ ക്യൂൻ എക്സ്ക്ലൂഡർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇതാണ് ഡീപ്പ് സൂപ്പർ എന്ന് പറഞ്ഞ സ്ഥലം. ഇത് അതിന്റെ ബോട്ടം ബോർഡ്, ഏറ്റവും അടിയിലായിട്ട് നമുക്ക് അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു സ്റ്റാൻഡ് കൂടി വരുന്നുണ്ട്. ഇനി ഒരു ലാങ്സ്ട്രോത്ത് ഹൈവിന്റെ അഡ്വാൻറ്റേജസ് എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഹണീന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻഡിജീനിയസ് മെത്തേഡ് ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, കൈ കൊണ്ടൊക്കെ സ്ക്യൂസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. സ്ക്യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഇമ്പ്യൂരിറ്റീസ് അതിലേക്ക് കടക്കും. അപ്പൊ ആ ഒരു ഹണീന്റെ ക്വാളിറ്റി അവിടെ നഷ്ടപ്പെട്ടു പോകും. പക്ഷെ നമുക്കിവിടെ ലാങ്സ്ട്രോത്ത് ഹൈവ് കൊണ്ടുവരും, ഒരു മോഡേൺ മെത്തേഡ് ആണ്. അപ്പൊ ഹണീന്റെ ക്വാളിറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഇംപ്രൂവ് ചെയ്യാം. പ്യുവർ ആയിട്ടുള്ള ഹണി ആയിരിക്കും, അതിൽ എഗ്ഗോ ലാർവയോ ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ ഫ്രീ ആയിരിക്കും, അവിടെ നിന്ന് ഫ്രീ ഓഫ് എഗ് ആൻഡ് ലാർവ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഹണീന്റെ ഈൽഡ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും ഈ ഒരു ലാങ്സ്ട്രോത്ത് ഹൈവ് യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇനി ഈ കോളനി മെയിൻ ആയിട്ടും ഹാർവസ്റ്റിന്റെ സമയത്തൊന്നും അഫക്ട് ചെയ്യില്ല. നമ്മൾ നേരത്തെ ഇൻഡിജീനിയസ് മെത്തേഡ് പഠിക്കുമ്പം അത് നമ്മൾ അഡൾട്ടിനെ കൊല്ലുന്നുണ്ട്, എഗ്ഗിനെ കൊല്ലുന്നുണ്ട്, ലാർവേനെ കൊല്ലുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യും വേണ്ട, എഗ്ഗിനെയും ലാർവേനെയും അഡൾട്ടിനെയും ബീസിനെയും ഒന്നും തന്നെ കൊല്ലേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് കോംസിന് ഡിസ്ട്രോയ് ചെയ്യേണ്ടേ വരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് എന്ത് സേവ് ചെയ്യുന്നുണ്ട്, എനർജി സേവ് ചെയ്യുന്നുണ്ട്. ഇൻഡിജീനിയസ് മെത്തേഡിലായിരുന്ന സമയത്ത് നമ്മൾ ആ കോമ്പൊക്കെ നശിപ്പിച്ച് കളഞ്ഞു. ഇനി ആ കോമ്പ് വീണ്ടും അവിടെ ഉണ്ടായി വരുന്നതൊക്കെ നമുക്കൊരു പ്രോബബിലിറ്റി മാത്രമാണ്, ഒരു മാറ്റർ ഓഫ് ചാൻസ് മാത്രമാണ്. ഇനി നമുക്ക് ഇവിടെ ബീസിന്റെ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വലിയൊരു കാര്യം എന്ന് പറയുന്നത്. നേരത്തെ നമുക്ക് അതൊന്നും കൺട്രോൾ ചെയ്യാനൊന്നും പറ്റുന്നില്ലായിരുന്നു.
നമുക്ക് സ്വാം പ്രിവെൻഷൻ ചെയ്യാം, ഡിവൈഡിങ് ഓർ യുണൈറ്റിംഗ് കോളനീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ആ കോളനിയിലുള്ള ആൾക്കാരെ നമുക്ക് വേർതിരിച്ചെടുക്കാം, വേണമെങ്കിൽ നമുക്ക് ഒന്നിച്ചിടാം, അങ്ങനത്തെ ഒക്കെ പ്രോസസ്സ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൂടാണ്ട് കോളനിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ ഫുഡ് ആയിട്ടുള്ള ഷുഗർ സിറപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നാച്ചുറൽ എനിമീസിനെയും ക്ലൈമറ്റിക് ഫാക്ടേഴ്സിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാം. നേരത്തെ നമുക്കത് കൺട്രോൾ ഒന്നും ചെയ്യാൻ പറ്റൂലായിരുന്നു. അതുപോലെ നമുക്ക് ഹൈവിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാം. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് കൊണ്ടുപോയി ടീ ബോക്സ് വെക്കാൻ വേണ്ടി പറ്റും. അതാണ് ലാങ്സ്ട്രോത്ത് ഹൈവിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്കിനി ബീ കീപ്പിംഗ് ആയിട്ട് ഒരുപാട് എക്യുപ്മെന്റ്സ് ഉണ്ട്. അതിൽ ഒന്നാമതാണ് എന്ത്, കോം ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ കോം ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നത് പ്യുവർ വാക്സിന്റെ ഷീത്ത് വെച്ചിട്ടാണ്. അതിലാണ് എന്ത് ചെയ്യുന്നത്, സെൽസ് എംബോസ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഫ്രെയിംസിനോട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അതിന് നമ്മൾ തിൻ വയറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ കോം ഫൗണ്ടേഷൻ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഉപയോഗിക്കാം, റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കോം ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് എനർജി സേവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ കോംബ് ഉണ്ടാക്കുമ്പോഴുള്ള ഹണി ബീസിന്റെ ആ ഒരു സമയം എന്ത് ചെയ്യുന്നുണ്ട്, സേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് എന്ത്, കോം ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഈ കോം ഫൗണ്ടേഷൻ ആണ് നമ്മൾ വയർ ഉപയോഗിച്ചൊക്കെ കെട്ടിവെക്കുന്നത്. ഇനി രണ്ടാമത്തതാണ് ക്യൂൻ എക്സ്ക്ലൂഡർ. നമ്മൾ പറഞ്ഞു ക്യൂനിന് കടക്കാൻ പറ്റാത്ത, ക്യൂൻ വലുതല്ലേ, അപ്പൊ ക്യൂൻ വലുതായതുകൊണ്ട് ക്യൂനിന് കടക്കാൻ പറ്റാത്ത ചെറിയ സ്ഥലം, പക്ഷെ വർക്കേഴ്സിന് കടക്കാൻ പറ്റുന്ന വലിയ സ്ഥലം, അതാണിത്. അപ്പൊ ഈ ഒരു സ്പെഷ്യൽ ഡിവൈസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ടു കൺഫൈൻ ക്യൂൻ ടു ദ ബ്രൂഡ് ചേംബർ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഹണി കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സൂപ്പേഴ്സ് എന്നാണ് കളക്ട് ചെയ്യാൻ പറ്റുന്നത്. അത് പ്യുവർ ആയിരിക്കും. അതുകൂടാണ്ട് അതിൽ ഈ എക്സോ ലാർവ ഒന്നും തന്നെ അതിൽ ഉൾപ്പെടില്ല. ഇതിനൊരു പെർഫറേറ്റഡ് ആയിട്ടുള്ള സിങ്ക് ഷീറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു വയർ മെഷ് ആണ്. അത് ബ്രൂഡ് ചേംബറിന്റെയും സൂപ്പറിന്റെ ഇടയിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്ലേസ് ചെയ്ത് വെക്കുന്നത്. ഇതിന്റെ പെർഫോറേഷൻസ് ഒക്കെ എന്താണ്, ഭയങ്കര സ്മോൾ ആണ്. ഇവിടെ ക്യൂനിനും ഡ്രോൺസിനും ഒന്നും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അങ്ങനെ കടന്നു പോകാനൊന്നും പറ്റില്ല, കാരണം അത്ര ചെറിയ സ്ഥലമാണ്. പക്ഷെ വർക്കേഴ്സിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് കടന്നു പോകാൻ പറ്റുന്ന വലിയ സ്ഥലമാണ്. അപ്പൊ ഈ ബ്രൂഡ് ചേംബറിലേക്ക് ക്യൂനിനെ എന്ത് ചെയ്തിട്ടുണ്ട്, റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ലേ എഗ്സ് ഓൺലി ദർ. അപ്പൊ ഇതാണ് എന്ത്, ആ ഒരു ക്യൂൻ എക്സ്ക്ലൂഡർ എന്ന് പറഞ്ഞ സാധനം. ഇതാണ് ക്യൂൻ എക്സ്ക്ലൂഡർ. ഇനി മൂന്നാമത്തത് അൺക്യാപ്പിംഗ് നൈഫ് ആണ്. അപ്പൊ ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള ഹണി സെൽസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വാക്സ് ക്യാപ്പ് വെച്ചിട്ട് സീൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഈ ഹണീന്റെ എക്സ്ട്രാക്ഷന് മുന്നേ നമുക്ക് ഈ ക്യാപ്പിംഗ്സിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ക്യാപ്പിംഗ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്, അൺക്യാപ്പിംഗ് നൈഫ്. ആ ഒരു അൺക്യാപ്പിംഗ് നൈഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നാലാമത്തത് ഒരു സ്മോക്കർ ആണ്. സ്മോക്കർ എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഈ ഇൻസ്ട്രുമെന്റ് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഈ സ്മോക്ക് ഒന്ന് ബ്ലോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്മോക്കർ ഉപയോഗിക്കുന്നുണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കോമ്പിലേക്കാണ് ഈ സ്മോക്കർ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ഹണി ബേസിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇതെന്ന് പറയുന്നത് എന്താണ്, ഇതിൽ ടിൻ പോലുള്ള മെറ്റൽസ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊരു നെക്കഡ് മൗത്ത് ഇതിനുണ്ട്, ഒരു നെക്കഡ് ആയിട്ടുള്ള മൗത്ത് ഇതിനുണ്ട്. ക്യാനിന്റെ ഉള്ളിലായിട്ട് നമുക്കൊരു സ്മോക്കിംഗ് മെറ്റീരിയൽ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ പുറത്തേക്ക് നമ്മൾ കൊണ്ടുവെക്കുന്ന സമയത്ത് സ്മോക്ക് പുറത്തേക്ക് വരുന്നുണ്ടാവും. അതാണ് സ്മോക്കർ. ഇനി ഹണി എക്സ്ട്രാക്ടർ ഉണ്ട്. ഇതൊരു മെഷീനാണ്. ഈ മെഷീൻ എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഹണി കോംസിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാണ്ട് ഹണി എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹണി എക്സ്ട്രാക്ടർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഹണി എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ട് അൺക്യാപ്ഡ് ആയിട്ടുള്ള ഹണി കോംസിനെ നമ്മൾ എന്ത് ചെയ്യും, അൺക്യാപ്ഡ് ഉള്ള ഹണി കോംസിനെ നമ്മൾ ഹണി എക്സ്ട്രാക്റ്റിൽ വേൾ ചെയ്ത് വെക്കും. അതൊരു ഡബിൾ വാൾഡ് ആയിട്ടുള്ള കണ്ടെയ്നർ ആണ്. അപ്പൊ ഹണി കോംസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്നർ കണ്ടെയ്നറിൽ പ്ലേസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വാൾസിലൊക്കെ പെർഫോറേഷൻസ് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ കോംബ് നമ്മൾ എന്ത് ചെയ്യും, ഹണി എക്സ്പെൽ ചെയ്ത് പുറത്തേക്ക് എടുക്കുന്നു. അതിനുവേണ്ടി നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഹണി എക്സ്ട്രാക്ടർ ആണ് ആ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഈ ഹണി എന്ന് പറയുന്നത് എവിടെയാണ്, ഔട്ടർ ചേംബറിലാണ് ഫില്ല് ചെയ്തിട്ടുള്ളത്. അത് നമുക്കൊരു ടാപ്പ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, കളക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ ഒരു പ്രോസസ്സിൽ കോംസ് എന്ത് ചെയ്യുന്നില്ല, ഡാമേജ് ഒന്നും ചെയ്യപ്പെടുന്നില്ല. നമുക്ക് ആ കോംസിന് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞാലും നമുക്ക് റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സിമ്പിൾ ആയിട്ടുള്ള ഹണി എക്സ്ട്രാക്ടേഴ്സ് നമുക്ക് കൈ കൊണ്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്, ഹാൻഡ് ഓപ്പറേറ്റഡ് ആണ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വൺസിനെ നമുക്ക് പവർ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു സാധനം എന്ന് പറയുന്നത്. ഇനി
ബീനെ നമ്മളൊരു പോളിനേറ്റിംഗ് ഏജന്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എൻഡമോഫിലസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവരെന്ന് പറയുന്നത്. ഇൻസെക്ട് പോളിനേഷനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? എൻഡമോഫിലി എന്നാണ്. അപ്പൊ ഇതൊരു പോളിനേറ്റിംഗ് ഏജന്റ് ആയിട്ട് വരുന്ന സമയത്ത് ഇതിന് എന്തുണ്ടാവും? കോൺസ്റ്റൻസി ഉണ്ടാവും. ഒരു എഫിഷ്യന്റ് പോളിനേറ്റർ ആണ്, അത് എന്ത് ചെയ്യുന്നുണ്ടാവും? അതിന്റെ ആക്ടിവിറ്റി റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പം ഇത് എന്ത് ചെയ്യുന്നുണ്ടാവും? സെയിം പ്ലാന്റ് സ്പീഷീസിലേക്ക് അറ്റ് എ ടൈം അത് റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ആക്ടിവിറ്റി. തൊറോനസ് ഉണ്ടാവും. തൊറോനസ് എന്ന് പറയുന്നത് പോളിനേറ്റർ എന്ത് ചെയ്യുന്നുണ്ടാവും? ഒരു ഫ്ലവറിൽ തൊറോലി എന്ത് ചെയ്യും? മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അത് എന്ത് ചെയ്യാൻ പറ്റും? ഫ്ലവറിന്റെ റീപ്രൊഡക്റ്റീവ് പാർട്സും ആയിട്ട് അതിനൊരു കോണ്ടാക്ട് വരാൻ വേണ്ടി പറ്റും. അതാണ് തൊറോനസ് എന്ന് പറയുന്നത്. ഇതിന് ലോങ് വർക്കിംഗ് ഹവേഴ്സ് ആയിരിക്കും. അതായത് അവർ രാവിലെ ഏർലി മോർണിംഗിൽ അവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അതെന്ത് ചെയ്യുന്നുണ്ടാവും? ഒരു വൈകുന്നേരം ഒരു ഈവനിങ് വൈകി വരെ അവരെന്ത് ചെയ്യും? ടിൽ ഈവനിങ്, ലേറ്റ് ആയിട്ടുള്ള ഈവനിങ് വരെ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? പോളിനേഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ അത്രയും വൈകി വരെ അവർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഗ്യാമീറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്യാമീറ്റ്സ് മെച്യൂർ ചെയ്യും, അതുപോലെ തന്നെ റിസപ്റ്റീവ് ആയിട്ടും മാറും. അപ്പോ ദിവസത്തിലെ ഏതെങ്കിലും ഒരു സർട്ടൈൻ പീരീഡ്സിൽ മാത്രമേ അത് റിസപ്റ്റീവ് ആയിട്ട് മാറുന്നുള്ളൂ. അതിനു വേണ്ടിയാണ് അവർ അത്രയും സമയം ലോങ് വർക്കിംഗ് അവേഴ്സ് ഉപയോഗിക്കുന്നത്. ഇനി ഇവരുടെ ലാർജ് പോപ്പുലേഷൻ ഉണ്ട്. അതായത് ഇവർക്ക് ലാർജ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് പ്രസന്റ് ആണ് ഈ പോളിനേറ്റേഴ്സിന്. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? ഫ്ലവേഴ്സിനെ ഇടയ്ക്കിടയ്ക്കേ പോയിട്ട് വിസിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഒരുപാട് പ്ലാന്റ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ലാർജ് നമ്പേഴ്സിൽ വിസിറ്റ് ചെയ്ത് സൈമിൾട്ടേനിയസ്ലി ഒറ്റ ടൈം വിസിറ്റ് ചെയ്യണമെങ്കിൽ ഇവർക്ക് ലാർജ് പോപ്പുലേഷൻ ഉണ്ടാവണം. കാരണം ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകുമ്പം ആ ഫ്ലവേഴ്സിനെ ഒന്നിച്ച് വിസിറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? ഒരേ സമയത്ത് തന്നെ വിസിറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇവരിലെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കണം. ഇനി പോളന് വേണ്ടിയിട്ട് ഇവർ അന്വേഷിച്ചു പോകും. അതായത് ഈ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഹണി ബീസിന് പോളിനേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പൊ ഇവർ ആക്റ്റീവ്ലി ഫ്ലവേഴ്സിൽ പോളൻ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ ബട്ടർഫ്ലൈസ് പോലൊന്നും അല്ല ഇവര് മെയിൻ ആയിട്ടും നെക്ടറിലാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പോളൻ അവർ എന്ത് ചെയ്യുന്നുണ്ടാവും? ഹൈവില് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടാവും. അത് ഇവരൊരു പ്രോട്ടീന്റെ സോഴ്സ് ആയിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ലാർവയ്ക്ക് അവർ ഫുഡായിട്ട് അവരെന്ത് കൊടുക്കും? ഈ പോളനെ അവര് ഫുഡായിട്ട് കൊടുക്കും.